സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡുവൽ സപ്ലൈ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു സംശയത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മൾ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഇതുപോലെ ഡുവൽ സപ്ലൈ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആംബിയർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് 12 വോൾട്ട് 5 ആംബിയർ ആണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ 12 വോൾട്ട് 5 ആംബിയറിൽ ഇതിൽ ഈ രണ്ട് കോയിലും, അതായത് രണ്ട് കോയിൽ കൂടിയിട്ടാണ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ, ഈ രണ്ട് കോയിലും കൂടിയിട്ട് ഈ ഡുവൽ സപ്ലൈയിൽ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് ആംബിയർ തരുന്നത്, അതായത് ഇപ്പോൾ 5 ആംബിയർ എക്സാമ്പിൾ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ആംബിയർ വരുന്നത്, പോസിറ്റീവ് സൈഡിലാണോ നെഗറ്റീവ് സൈഡിലാണോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടാണോ, എങ്ങനെയാണ് 5 ആംബിയർ തരുന്നത് എന്നുള്ളതാണ് സംശയം. അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഞാനിപ്പോൾ പറയുന്നത് കൂടാതെ. അതായത് ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ശരിക്കും രണ്ട് വൈൻഡിങ് ആണ് ഔട്ട്പുട്ട് ഒരേ സമയം തന്നെ. അതായത് ആ ഒരു സൈക്കിളിൽ 5 ആംബിയർ ഈ ഒരു സെക്ഷനിലെ ഔട്ട്പുട്ടിൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്നല്ല പറയുന്നത്, നമ്മുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ. ഇപ്പോൾ ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 ആംബിയറും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 ആംബിയറും എന്ന നിലയ്ക്ക്, ഓരോ സൈക്കിളിലെയും 5 ആംബിയർ എന്ന നിലയ്ക്ക് നമുക്ക് 10 ആംബിയറിൻ്റെ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരണ്ട. അതായത് ഈ ഒരു ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു 5 ആംബിയർ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇതിൻ്റെ ഓരോ വൈൻഡിങ്ങിലും നമുക്ക് 2.5 എന്ന നിലയ്ക്ക് ആണ് 5 ആംബിയർ കിട്ടുന്നത്. അതേസമയം അതൊരു ഡുവൽ സപ്ലൈയുടെ റെക്ടിഫയറിലേക്ക് വന്ന് ഈ റെക്ടിഫൈഡ് DC ഔട്ട്പുട്ട് വരുമ്പോൾ ആ DC ഔട്ട്പുട്ടിലുള്ള ആംബിയർ അവിടെ എങ്ങനെയാണ് സപ്ലൈ ആവുന്നത്, ആ റെയിലിലൂടെ എങ്ങനെയാണ് സപ്ലൈ ആവുന്നത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ തെറ്റിദ്ധാരണ നിങ്ങൾ ഇതിലേക്ക് വരുത്തരുത്. കാരണം ഇതിലൊരു സൈഡ് 5 ആംബിയർ അല്ല ഒരു കോയിൽ തരുന്നത്, ടോട്ടലി 5 ആംബിയർ ആണ് ഇതിൻ്റെ ഈ രണ്ട് കോയിലിൻ്റെ എൻഡ് കൂടെ തരുന്നത്. അപ്പോൾ അതിലൂടെ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിളിങ് അവിടെ സംഭവിക്കും. ശരിക്കും ഡബിൾ ആവല്ല, ശരിക്കും ഒരു ഡബിളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. എനിക്ക് ഡബിൾ ആവുക എന്ന് പറയാനില്ല, കാരണം ഒരു 5 ആംബിയർ ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു ട്രാൻസ്ഫോമർ നമുക്ക് 10 ആംബിയർ തരില്ല. പക്ഷേ നമുക്ക് ആ 5 ആംബിയർ ആ രണ്ട് സർക്യൂട്ടിലും ആ രണ്ട് സൈഡിലെ വോൾട്ടേജിലും അവൈലബിൾ ആവും എന്നുള്ളതാണ് എൻ്റെ സത്യം. അതായത് ഇതിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് റെയിലാണ്, ഇതിൻ്റെ പോസിറ്റീവ് റെയിലാണ്, ഇത് സെൻട്രൽ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ 0 to നെഗറ്റീവിൽ നമുക്ക് 5 ആംബിയർ 12 വോൾട്ട് കിട്ടും, 0 to പോസിറ്റീവിൽ നമുക്ക് 5 ആംബിയർ 12 വോൾട്ട് കിട്ടും. അത് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അതായത് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നീട് ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് പറഞ്ഞു തരാൻ താല്പര്യമുള്ളവർക്ക്. കാരണം കൂടുതൽ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അത് പല പ്രാവശ്യമായിട്ട് ഒരു സംശയം എന്ന നിലയ്ക്ക് പലരും കമൻറ്റ് ചോദിക്കുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളതൊന്ന് കാണിച്ചു തരുമോ, നിങ്ങളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുമോ, അത് എങ്ങനെയാണെന്ന് ക്ലിയർ ആവുന്നില്ല, അങ്ങനത്തെ ഒരു ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ അഥവാ സംശയം പിന്നെയും തോന്നുകയാണെങ്കിൽ അറിയിക്കുക. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം.